ഹൃദയത്തിൽ എന്നും ഓർക്കാൻ കഴിയുന്ന ഒരുപാട് അനുഭവങ്ങൾ നൽകിയിട്ടുള്ള നമ്മുടെ സ്വന്തം ജോസ് ഡോക്ടർ. പട്ടാമ്പിക്കാർക്ക് വലിയ നഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് 10-30 വർഷം മുമ്പാണ്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും ആയ സമയത്ത് പട്ടാമ്പി ഗവൺമെൻറ് ആശുപത്രി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലായിരുന്നു. അന്ന് അദ്ദേഹം കറക്റ്റ് രാവിലെ 8 മണിക്ക് ചെന്ന് രോഗികളെ പരിശോധിക്കുകയും ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. ആശുപത്രിയിലെ മരുന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ മരുന്ന് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് അദ്ദേഹം അവിടുന്ന് കൊടുന്ന് പട്ടാമ്പി ആശുപത്രിയിൽ രോഗികൾക്ക് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ബസ് സ്റ്റാൻഡിലോ മറ്റു ഭാഗത്തൊക്കെ അലഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുവന്ന് ആശുപത്രിയിൽ അവരെ കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ചൊക്കെ വൃത്തിയാക്കി ആശുപത്രിയിൽ വാർഡിൽ കയറ്റി ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ കുട്ടപ്പനായിട്ട് അദ്ദേഹം പുറത്തു വിടുന്ന ഒരു രംഗമുണ്ടായിരുന്നു. ഞാനൊരു ദിവസം ഒരാളെ കൊണ്ടുവരുമ്പോൾ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പം ചോദിച്ചു, ഇതിന് ഇങ്ങോട്ട് കൊടുത്തിട്ട് ആരുമില്ലാതെ നോക്കിയിട്ട് എന്താ കാര്യം ചോദിച്ചു. ആരുമില്ലാത്ത ആളുകൾക്കല്ലേ നമ്മളൊക്കെ ഉള്ളത്. ഞാൻ ഒരു 3 ദിവസം കൊണ്ട് പ്രസിഡന്റിന് വന്നാൽ കാണിച്ചു തരാം ഇദ്ദേഹം നടന്ന് പോകുന്നത് എന്നാണ്. അങ്ങനെ അവരെ കൊടുന്ന് ഈ പറഞ്ഞ മാതിരി തന്നെ ആ മുടിയൊക്കെ വെട്ടി ഡ്രസ്സൊക്കെ ശരിയാക്കി കൊടുത്തൊക്കെ കുളിച്ച് ഹോസ്പിറ്റലിൽ പിന്നെ വാർഡിൽ കിടത്തി ഒരു 3 ദിവസം കഴിഞ്ഞൊക്കെ വളരെ സുന്ദരമായിട്ടായിരുന്നു നടന്നു പോകുന്നു. അപ്പോൾ ആ പ്രവർത്തനം അദ്ദേഹത്തിനെ സംബന്ധിച്ചൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം അംഗീകരിക്കേണ്ടതാണ്. ജോസ് പുളിക്കൻ വല്ലപ്പുഴക്കാർക്ക് ദത്തുപുത്രനാണ്, എല്ലാവരിലും അംഗീകാരമുള്ള കക്ഷിയാണ്. ഞാൻ ആദ്യം കാണുന്നത് 78-ലാണ്. രാത്രി ജ്യേഷ്ഠന് വയറിളക്കം പിടിച്ചപ്പോൾ ഓടിയത് തുടക്കി. തൊട്ടടുത്ത വീട്ടിൽ തെങ്ങുമ്പോൾ കയറി ഇളഞ്ഞിടാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൊടുന്ന് വെട്ടി ആളിനെ കുടിപ്പിച്ചു. അന്നത്തെ ഗ്ലൂക്കോസ് അതാ 78-ലാണ്. 78 മെയ് മാസം 26-ാം തീയതി. ഡേറ്റിലേക്ക് ഓർമ്മയുണ്ട്. നേരത്തെ 2ാമത്തെ ദിവസം എൻ്റെ കല്യാണമാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം അന്ന് 50 പൈസ അദ്ദേഹത്തെ ചാർജ് കിട്ടും. അത് തന്നെ ചോദിച്ചു വാങ്ങുന്നില്ല. 50 പൈസ ധാരാളം. അന്നത്തെ കാലത്തെ അവസ്ഥയാണ്. അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ കറണ്ടില്ല, കമ്പരാന്തലിൻ്റെ വെളിച്ചത്തിലാണ് ചികിത്സിക്കുന്നത്. ആ കാലത്തെ സാഹചര്യം പറഞ്ഞത് 45 കൊല്ലം മുമ്പത്തെ കഥ, 56 കൊല്ലം മുമ്പത്തെ കഥ. ജോസ് ഡോക്ടറെ കുറിച്ചിട്ട് നല്ല ഓർമ്മകൾ തന്നെ ഉള്ളൂ. എൻ്റെ ആൾ തീരെ സുഖമില്ലാത്ത ആളായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പനി വരും. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന കാലത്താണ് ഇതൊക്കെ അറിയണത്. എന്നിട്ട് പിന്നെ അവിടെ ആ ഡോക്ടറാണ് എനിക്ക് ആളേനെ സുഖമാക്കി തന്നത്. ബ്ലഡ് ഛർദ്ദിക്കലുണ്ടായി ആൾക്ക്. അപ്പോൾ ഞങ്ങളങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ എൻ്റെ പുറത്ത് തട്ടിയിട്ട് തന്നെ പറഞ്ഞു, ഇതൊക്കെ ഞാൻ ഭേദാക്കി തരാൻ മോളെ. അപ്പോൾ ആളെക്കുറിച്ച് നല്ല തന്നെ നമുക്ക് പറയാനുള്ളൂ. എല്ലാവരും ആ ഡോക്ടറെ അടുത്തേക്ക് തന്നെ പോയിരുന്നത്. ഇപ്പോൾ ആൾ പോയപ്പോൾ എല്ലാവരും അനാഥരെ പോലെ ആയി, ആശ്രയായി. ആളെ എൻ്റെ ലെവലിൽ ആളെന്നെ കൊണ്ടുവന്നത് സാറന്നെ. അദ്ദേഹം തന്നെ പറഞ്ഞു, രോഗം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, മെഡിക്കൽ ഷോപ്പുണ്ട്, ഗുണം നിനക്കുണ്ടാവേണ്ടേ. എല്ലാവർക്കും രോഗം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അത് വേണ്ട. എങ്ങനെ നീ നന്നാവാൻ വേണ്ടി എല്ലാവർക്കും രോഗം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം, ഞാനേ സഹായിക്കാം, അത് പാടില്ല. ഉപദേശമാണ്. അതുപോലെ തന്നെ മരുന്നുകൾ ശുഷ്കമായിട്ടുള്ളതാണ്. ആ ആശുപത്രിയുടെ പരിസരത്തൊക്കെ എല്ലാവരും ഉമ്മിമാകുന്ന എല്ലാം മൊല്ലാക്കട ഭാര്യ വരും. യൂസുപ്പേ എന്ന് പറഞ്ഞിട്ട് യൂസുട്ടിയാർ, ജോസൂട്ടിക്ക് യൂസുട്ടിയവർ. അത് വല്ലാത്തൊരു ഹൃദ്യമായ ബന്ധമായിരുന്നു. കെട്ടിപ്പിടിക്കലും വർത്തമാനം പറയും, എല്ലാ വീട്ടിലും നല്ല ബന്ധമാണ്. ആരോടും ഒരു തിരിച്ചൊരു പ്രതികരണം ദേഷ്യപ്പെടുന്ന പാടില്ല. ഞാൻ തന്നെ മുൻകൈ എടുത്ത് വല്ലപ്പോഴും ഹോസ്പിറ്റലിലും മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്, ഹോസ്പിറ്റലിൽ വല്ലപ്പോഴും സ്കൂളുകളിൽ ആശുപത്രി വികസന സമിതിയിലെ അംഗമാണ്. അപ്പോൾ ഈ ലെപ്രസി ധാരാളം ഉണ്ടാവണം. അന്ന് അദ്ദേഹം പട്ടാമ്പിയാണ്. പലപ്പോഴായിട്ട് താൻ പറയേണ്ട സാക്കൊണ്ട് വന്നാൽ മരുന്നിന് ഫ്രീ മരുന്നിന് അത് സാറിനെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. വല്ലപ്പോഴല്ലേ താൻ പറഞ്ഞില്ലേയും വരും. ഈ ക്യാമ്പുകളിൽ അദ്ദേഹം പ്രസന്റ് ആയിരിക്കും. അദ്ദേഹം എല്ലാവരുമായിട്ടും വളരെ അടുപ്പായി. പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ പ്രകടനവും സ്നേഹപ്രകടനവും വിളി
ഇപ്പോൾ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ അമ്മയെ വരുമോ അല്ലെങ്കിൽ അമ്മമ്മയെ വരുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് ആ രോഗികൾക്ക് ഒരു ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. ഇപ്പം ഞങ്ങൾ തന്നെ ഒരു റിലേറ്റീവ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിന്നെ പട്ടാമ്പി പോയിട്ട് സ്ഥിരമായിട്ട് കണ്ടു, വേറെ ഒരു ഡോക്ടറെയും പിടിക്കില്ല. അപ്പോൾ അവർക്ക് ജോസിനെ കാണണം. അത് കുട്ടികൾ മറ്റേ ക്ലാസ്സിൽ തർക്കമില്ലാത്തൊരു ഇതിലൊക്കെയാണ്. അപ്പോൾ അവർ വന്നാൽ നിർബന്ധിച്ച് കൊണ്ടുപോകും. ജോസ് ഡോക്ടറെ അടുത്തേക്ക് വെച്ചാലേ ഞാൻ ഉള്ളൂ പറയും പോരെ. വെയ്യെങ്കിലും എത്ര ഇതാണെങ്കിലും അദ്ദേഹം പറഞ്ഞാൽ മാത്രം കുറച്ച് ഗുളികയൊക്കെ കഴിക്കും, പിന്നെ കണ്ടിന്യൂ ഒന്നുമില്ല. അത് കഴിഞ്ഞ് അങ്ങനെ കുറേ ആൾക്കാർ ഇവിടുന്ന് പട്ടാമ്പിക്ക് പിന്നെ കുറച്ച് കാലം ഇവിടേക്ക് അപ്പം കണ്ടെന്ന് വേണം. വല്ലപ്പോഴും യാളം കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു ഗവൺമെൻറ് ഡിസ്പെൻസറി ഉണ്ട്. അവിടേക്കാണ് ട്രാൻസ്ഫർ ഇവിടുന്ന് പോയ സംശയം ഉണ്ടെങ്കിൽ. പിന്നെ എന്താ വെച്ചാൽ സാറിൻ്റെ ആ പെരുമാറ്റമാണ് ഈ എന്താ ഇപ്പം ജോസ് സാറ് എന്ന് പറഞ്ഞപ്പോൾ അന്നും ഈ ഇതിലേക്ക് അധികം എം ഡിയും ഇതൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. പക്ഷേ ജോസ് സാറിനെ കാണണം, അത് കണ്ടാലും എൻ്റെ വേദാവുള്ളൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വർത്താൻ ഇതൊന്നും സാരില്ലടോ, ഇതൊക്കെ 4 ദിവസം കഴിച്ചു അതാണ് ഭേദാവെന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് ഒരു വലിയ ആശ്വാസമാണ് ഈ രോഗിയെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ അത്തരം ഒരു സമീപനാണ് ഈ ജോസിനെ ജനപ്രിയനൊക്കെ ആക്കിയത്. ഇപ്പോൾ വയസ്സായ ആൾക്കാർക്ക് അമ്മയെന്നൊക്കെ വിളിച്ചിട്ട് അതിരിക്കും, അത് അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിലെ വർത്തമാനമാണ്. അതിപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ലല്ലോ. നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഓരോ പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോഴും നമുക്ക് വേറിട്ട എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവാറ്. ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവും, ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ചില പുസ്തകങ്ങൾ നമ്മളെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ജോസ് ഡോക്ടറുടെ സ്നേഹത്തിൻ്റെ കുറിപ്പടികൾ പറഞ്ഞ ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീലാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ സങ്കടം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു, ഒരുപാട് ഇൻസ്പയറിങ് ആയിരുന്നു, എല്ലാം കൂടി ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഫീലായിരുന്നു ഈ പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ പുസ്തകം തീർച്ചയായിട്ടും ജോസ് ഡോക്ടറുടെ സ്നേഹത്തിൻ്റെ കുറിപ്പടികൾ പറഞ്ഞൊരു പുസ്തകം എല്ലാവർക്കും പ്രചോദനമായിട്ടുള്ളൊരു പുസ്തകം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നേർസാക്ഷ്യങ്ങളെ തൂലികയിലൂടെ ആളുകളിലേക്ക് എത്തിച്ചൊരു പുസ്തകം തന്നെയാണ് ഈ ഒരു പുസ്തകം. അതേപോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ പിന്നിലെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ റെട്ടി മാം, ഡെഫിനറ്റ്ലി വി നോ ദാറ്റ് ഷീ പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ ലൈഫ് ഓഫ് ഡോക്ടർ. ആ ഒരു ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രത്തെ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും. പിന്നെ ഈ പുസ്തകം നമ്മൾ ഓരോ പേജും മറിച്ച് നോക്കുമ്പോൾ, ഓരോ പേജിലേക്കും നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവുന്നുണ്ട് ജോസ് ഡോക്ടറുടെ ലൈഫിൽ. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള ലൈഫും അദ്ദേഹം സാധാരണക്കാരായ ഏറ്റവും ഡൗൺ ട്രോഡനായ രോഗികളെ അവരോട് എത്രമാത്രം ഹമ്പിളായി നിന്നുകൊണ്ടും അദ്ദേഹം അവരോട് എത്രമാത്രം ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് ഈ ഒരു പുസ്തകത്തിലൂടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ ഓരോ ലിറ്റററി, അതായത് അതിൻ്റെ എഴുതിയ വാക്കുകളൊക്കെ ശരിക്കും നമ്മളിങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ വാക്കുകളും ഒരു പുഴ പോലെ ഒരു ഒഴുകുന്ന പോലെയാണ്. കാരണം ഓരോ വാക്കുകൾക്കും അതിൻ്റേതായ പ്രത്യേകത ഉണ്ട്. ഒരു റിതമിറ്റിക്കായിട്ടാണ് ഈ ഒരു പുസ്തകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 70കളിലാണ്. നമുക്കത്ര ചെറുപ്പമാണ്, കൃത്യമായിട്ടൊരു ഓർമ്മയില്ല. പിന്നെ എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം സ്ഥിരമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പിന്നെ അയാൾ ആദ്യം ഒറ്റയ്ക്കാണ് വന്നത്, പിന്നെ ഭാര്യയൊക്കെ കൊടുന്നു, അങ്ങനെ ഇവിടെ താമസം തുടങ്ങി. പിന്നെ അത്യാവശ്യം രോഗികൾ ചെല്ലുമ്പോൾ ക്വാർട്ടേഴ്സിലും ജനങ്ങൾക്ക് നല്ലൊരു സൗകര്യം ചെയ്തൊരു ഡോക്ടറാണ്, സാധാരണക്കാർക്ക് ഏറ്റവും. അത് കഴിഞ്ഞിട്ടാണ് മൂപ്പര് വല്ലപ്പുഴയ്ക്ക് ഇവിടുന്ന് പോയത്. വല്ലപ്പുഴയ്ക്ക് പോയ കാലത്തും ഇവിടുന്ന് ആൾക്കാർ മുഴുവനെ അങ്ങനെ ഈ സീരിയസ് കേസുകൾക്കൊക്കെ മൂപ്പർക്ക് പെട്ടെന്നൊരു നിഗമനത്തിലെത്താൻ രോഗിയെ കാണുമ്പോൾ തന്നെ അതിന് പറ്റാത്തതാണ് ചെങ്കിൽ ഇവിടെ വെച്ച് താമസിപ്പിക്കരുത്, എത്രയും പെട്ടെന്ന് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതൊക്കെയാണ് മൂപ്പർക്കുള്ള ഏറ്റവും വലിയൊരു. അന്ന് കൃഷ്ണൻകുട്ടി പറഞ്ഞ ഒരാളൊരു കാറ്, ഒരു അംബാസഡർ കാറ് മാത്രമാണ് മുണ്ടക്കോട്ടുശ്ശിയിൽ യാത്ര ചെയ്യാനുള്ള ഏക ആശ്രയം. അയാളാണെന്നുവെച്ചെങ്കിൽ രാവിലെ ഇവിടേക്ക് പോവും, കുളപ്പുള്ളിക്ക് പോവും. അയാൾ കുളപ്പുള്ളിക്കാരൻ തന്നെയാണ്. വൈകുന്നേരത്ത് ഇവിടെ വന്ന് കിടക്കും. എന്നിട്ട് രാവിലെ ഇവിടുന്ന് ഈ അരി കച്ചവടക്കാരും ഇവരൊക്കെ ഉണ്ട്, അവരെയൊക്കെ കയറ്റിയിട്ട് മൂപ്പരാട് പോവുകയില്ല. എന്നിട്ട് അതിന് തിരിച്ചു വരുമ്പോഴാണ് ഡോക്ടർ അതിൽ പടക്കി വരിക. അങ്ങനെയൊക്കെ ആയിരുന്നു. ജോസ് പറഞ്ഞാൽ നമുക്ക് തീരാ നഷ്ടമാണ്. ഇത് ഈ ലോകത്തിന് പറഞ്ഞാൽ ഈ നാടിനും ഈ ലോകത്തിന് മൊത്തം. ഒരു ദിവസം നമ്മളൊരു കാണിച്ച് പറയാം 5 ദിവസം കഴിക്കാനുള്ള മരുന്ന് തന്നാൽ 1 ദിവസം 2 ദിവസം കഴിക്കുമ്പോൾ തന്നെ രോഗം മാറിയിട്ടുണ്ടാവും.
പിന്നെ ഞാൻ വായിച്ചു, ബുക്കിൽ ഒരുപാട് കഥ വായിച്ചു ജോസിൻ്റെ. ഒരു വട്ടം വായിച്ചു, പിന്നെ വായിക്കണം എന്ന് അതിലുള്ള അനുഭവങ്ങൾ കേട്ട മുണ്ടക്കോട്ട് കുറിശി മുതൽ ഷൊർണൂർ മുതൽ വല്ലപ്പുഴ മുതൽ പട്ടാമ്പി മുതൽ ഞാൻ പറഞ്ഞില്ലേ മൂപ്പര് ഫസ്റ്റ് വന്ന കാലം മുതലേക്കുള്ള കാര്യങ്ങളാണ് അതിൽ. ഒരുപാട് രസമുണ്ടാകും അത് രസമുണ്ട്, സങ്കടമുണ്ട്, ഒരുപാട് കാര്യങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഉണ്ട്. അന്നത്തെ ഒരു ആധുനിക സൗകര്യങ്ങളും ഇല്ലാത്ത കാലത്താണ് മൂപ്പര് ഇവിടെ അത്രയും റിസ്ക് എടുത്തിട്ടാണ്. അതിപ്പോൾ നമുക്കൊന്നും അവരെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ജോസ് ഡോക്ടർ മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ ബുക്ക് വായിച്ചപ്പോഴാണ് കംപ്ലീറ്റ് മനസ്സിലായത്. ഒരു ഇതുമില്ലാത്ത കാലത്താണ് മൂപ്പര് വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്ത് കൂട്ടിയത്. അന്ന് പറയുന്നത് എന്താ പറയുക, കാളവണ്ടികൾ മാത്രം അത്രയും റോട്ടിൽ കൂടെ പോയിരുന്നു. പിന്നെ 2 ചായക്കട പട്ടാമ്പി അങ്ങാടിത്തെ കാര്യം പറയുന്നു ഉണ്ടായിരുന്നുള്ളൂ എന്ന്. പിന്നെ മണൽ ലോറി. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് മൂപ്പര് ഈ പട്ടാമ്പി രാജ്യത്ത് വന്നിട്ട് ഇത്രയും ഫേമസ് ആയിട്ട്. ഇപ്പം മരിച്ചപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ അവരെ കുറിച്ച് ആൾക്കാർ അറിയണത്. അല്ലെങ്കിൽ അറിയില്ല. ഈ ബുക്ക് ഇറക്കിയിട്ടില്ലെങ്കിൽ ആർക്കും ഇതൊന്നും അറിയില്ല. അതുപോലെ ഹോസ്പിറ്റലിന് അടുത്തുണ്ടായിരുന്ന തള്ളാറൊക്കെ വിളിച്ചിരുന്നത് യൂസുഫ്. അന്നത്തെ അപ്പങ്ങളുടെ ഭാഗത്ത് കമ്മ്യൂണിറ്റി മുഴുവൻ മുസ്ലിംസാണ്. അവർക്ക് ജോസ് ഒന്നും വിളിക്കാറില്ല, യൂസുഫിനെ അറിയുള്ളൂ. അറുപത്തിലുള്ള പന്തങ്ങൾ അങ്ങനെ കെട്ടിപ്പിടിക്കും, ഇങ്ങോട്ടും അങ്ങോട്ടും. അതൊരു പിടുത്തവരുണ്ടല്ലോ. അതുപോലെ എവിടെ നിന്ന് കണ്ടാലും ജാടയില്ല, പെരുമാറാൻ മിടുക്കനാണ്. ഇവിടെ വല്ലപ്പോഴും ക്യാമ്പ് നടത്തുമ്പോൾ ക്ഷണിക്കാൻ പോകും. മരുന്ന് വേണമെന്ന് പറയും. മരുന്ന് ചാക്കൊണ്ട് പാട്ട് പറയും. ആ ചാക്ക് നിറയെ മരുന്ന് റെപ്രസെൻ്റന്മാർ കൊടുക്കുന്നതാണ്. എല്ലാതും കൊണ്ടുവന്നും ഇവിടെ ഒരു നേഴ്സുണ്ടാകും ലത. ആ കുട്ടീനെയും കൂട്ടിയിട്ടതൊക്കെ പിരിക്കും. അനിയനും കൂടും, എൻ്റെ അനിയനും കൂടും. ഒക്കെ പിരിച്ച് ഓരോ സ്റ്റെപ്പാക്കി മാറ്റി വെക്കും. ഇവിടെ ക്യാമ്പ് അടക്കുമ്പോഴൊക്കെ കൊടുക്കും. മെഡിക്കൽ ക്യാമ്പ് ലെപ്രസി ക്യാമ്പ് നടത്തുന്നത്. മറ്റു ഡോക്ടർമാരൊക്കെ വരുന്നതുകൊണ്ട് എല്ലാ ക്യാമ്പ് പോകും. ഒരു 300-400 ആൾക്കാരോട് വെച്ചിട്ട് സ്കൂളിൽ PCMLP സ്കൂളിൽ വരും. അവരൊക്കെ ദേഹം നോക്കും ചെയ്യും. മടിയില്ലാണ്ട് നോക്കും. ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വന്നാൽ പിന്നെ കേട്ടാ മടിയില്ലാണ്ട് നോക്കും, വെറുപ്പില്ലാണ്ട്. കാരണം ഒരു ചായ പോലും കിട്ടില്ല അവിടെ. ഇവിടുന്ന് കട്ടൻ ചായ ഉണ്ടാക്കി ഫ്ലാസ്ക് കൊണ്ടുപോയി അത്ര പോലും ക്ഷമയോടെ എല്ലാവരോടും. ആ സൗമ്യത അദ്ദേഹത്തെ മഹാനാക്കി. ജോസ് ഡോക്ടറെ ജനകീയ ഡോക്ടർ എന്ന് പട്ടാമ്പിക്കാർ വിളിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ജോസ് ഡോക്ടർ മൂപ്പരാൾ മരണപ്പെട്ട് കഴിഞ്ഞാലും മൂപ്പരാൾ വീടിൻ്റെ മുന്നിൽ കൂടെ വരുമ്പോൾ മനസ്സിനൊരു നെഞ്ഞടിപ്പാണ്. ഇപ്പോൾ മകൻ ആൻ്റണിനെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കുക ജോസ് ഡോക്ടർ നിൽക്കുന്ന മാതിരിയുള്ള. അത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളത് പൈസ ഉണ്ടോ പൈസ ഇല്ല എന്നല്ല. നമ്മൾ 50 രൂപ കൊടുത്താലും 500 രൂപ കൊടുത്താലും നോക്കാതെ വലിപ്പിൽക്കിടും. പിന്നെ ആരെങ്കിലും നമ്മൾ 500 തന്നെയെന്ന് പറയുമ്പോൾ താനോട് ആരോടോ 500 തരാൻ പറഞ്ഞ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. ഒരു 150 രൂപ ഉണ്ടെങ്കിൽ ഡോക്ടറെയും കാണാൻ മരുന്നും വാങ്ങിക്കാം. പട്ടാമ്പിയിൽ പുറമെയുള്ള ഡോക്ടേഴ്സ് ഇതുവരെ ഇവിടെ ക്ലച്ച് പിടിക്കാതിരുന്നത് ജോസ് പുളിക്കൻ ഡോക്ടർ ഇവിടെ ഉള്ളത് കാരണം കൊണ്ടായിരുന്നു. കാരണം ഡോക്ടറടുത്ത് എന്തൊരു അസുഖം വന്നാലും നമ്മൾ ചെന്ന് പറഞ്ഞാലും ഒന്നില്ലെങ്കിൽ ചിലവർ 50 കൊടുക്കും, ചിലവർ 100 കൊടുക്കും. അതിൽ കൂടുതൽ ഒരാളും ഫീസ് കൊടുക്കില്ല. അത് ഞാനൊക്കെ ചെന്ന് പറഞ്ഞാൽ ആ കാലിങ്ങനെ എടുത്തു വെക്കണതിൻ്റെ മുന്നേ എന്താണോ ചോദിക്കോ, ഒന്നുമില്ല സാറേ ഒരു വേദന. പിന്നെ മനുഷ്യനായ വേദന വരണ്ടോ, ഒന്ന് കയറി കിടക്കുക പറയും. കടക്കലും ടെസ്റ്റ് ചെയ്യലും മരുന്നും സ്ലിപ്പ് എല്ലാം പടെ അവിടെ നിന്ന് പൈസ കൊടുത്താൽ പറയും താൻ പോടോ എന്ന് പറയുന്നൊരു സമ്പ്രദായമാണ്. അതുപോലെ ഇനിയൊരു ഡോക്ടറെ പട്ടാമ്പിക്കാർക്ക് ഒരു ജീവിതത്തിൽ കിട്ടില്ല. പരിചയപ്പെടും. ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ടൈലർ ഷോപ്പായിരുന്നു ആ കാലഘട്ടത്തിൽ, തുന്നപ്പണി എടുക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ ആ കാലഘട്ടത്തിൽ മുണ്ടക്കോട്ട് ഹോസ്പിറ്റലിലേക്ക് ഒരു ഹെൽത്ത് സെൻ്റർ നടന്നു. അതിലേക്ക് ഡോക്ടറായിട്ടാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെയാണ് വല്ലപ്പോഴൊക്കെ കൈരാടായിരുന്നു താമസം. കൈരാട്ടക്ക് ഇദ്ദേഹത്തിൻ്റെ എന്തൊരു ജലദോഷ പനി ഉണ്ടായാലും ജോസിനെ കാണാൻ പോകാറുണ്ട്. നേരെ ജോസിൻ്റെ അടുത്തേക്കാണ് പോവുക, വേറൊരു ആസ്പത്രിക്ക് പോകണ പ്രശ്നമല്ല. അങ്ങനെയാണ് വല്ലപ്പോഴൊക്കെ അദ്ദേഹത്തിന് അഭേദ്യമായൊരു ബന്ധം വരുന്നത്. പിന്നീട് വല്ലപ്പോഴായിട്ട് കൂടുതൽ ബന്ധം ഉണ്ടാണ് വട്ടപ്പറമ്പിലെ കുഞ്ഞിതുകാക്ക് പേവേഷം അത് ഏറ്റു. ആ ആയതിന് ശേഷം അങ്ങനെ തന്നെ അദ്ദേഹത്തിനെ വളരെ കൃത്യമായിട്ട് ഇവിടെ തന്നെ അദ്ദേഹം ക്യാമ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇഞ്ചക്ഷൻ ഉറക്കം ഉണരുമ്പോൾ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അങ്ങനെ മരിക്കോളം അദ്ദേഹത്തിനെ പരിചരിച്ച് അദ്ദേഹം മരിച്ചു. കുഞ്ഞിതുക
അത് ഈ ഒരു ഡോക്ടർ പൈസ കൊടുത്തിട്ട് അത്ര വലിയ കൊടുത്തില്ല. ഇവിടെ നാട്ടിലുള്ളൊരു വിഷയത്തിൽ പങ്കെടുത്താണ് അദ്ദേഹം ഒരു പൊതുസേവനം എന്നുള്ള നിലക്കാണ് ആ വിഷയം ഇവിടെ അവതരിപ്പിച്ചു. കുഞ്ഞിതൊക്കെ മരിക്കോളം 2-3 ദിവസം 3-4 ദിവസം എപ്പോഴും കുഞ്ഞിതൊക്കെ മരിച്ചു. അതുവരെ അദ്ദേഹത്തിന് നല്ല പരിചരണം കൊടുത്ത് മരിപ്പിച്ചു. അത് വലിയൊരു അനുഭവമാണ് വല്ലപ്പോഴക്കാർക്ക്. നല്ല ട്രീറ്റ്മെൻറ്റ്. ആസ്പത്രിയിൽ വരുന്ന രോഗികൾക്ക് ആസ്പത്രിയിൽ നിന്ന് എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഗവൺമെൻറ് സംവിധാനം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും, അതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് മരുന്ന് എന്തൊക്കെ കൊടുക്കുക ആൾക്കാർക്ക് കഴിയൊക്കെ മൂപ്പര് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകത ഒരു കാര്യം, ഒരു രോഗി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ ആ രോഗം നിർണ്ണയിക്കാൻ അദ്ദേഹത്തിന് ഇന്നത്തെ സംവിധാനത്തിൽ സ്കാനിങ്, രക്തം ചെയ്യൽ, അങ്ങനെ ലാബ് ടെസ്റ്റുകളോ ഇങ്ങനെ ഒരു ടെസ്റ്റും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആ രോഗം നിർണ്ണയിക്കാൻ അദ്ദേഹത്തിന് അതിനുള്ളൊരു പവർ സംവിധാനം കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോൾക്കൊരു 12 വർഷം മുമ്പേ മഞ്ഞപ്പിത്തം വന്നു. മോള് പാലക്കാടാണ് കല്യാണം കഴിച്ചത്. ഒരു ശിവരാത്രി കാലഘട്ടത്തിൽ അമ്പലത്തിൽ പ്രോഗ്രാം നടക്കുന്ന സമയത്താണ് മോള് വന്നത്. പാലക്കാട് നിന്ന് ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമില്ല, പനിയെ വെച്ചിരുന്നു. ഞാൻ ഈ പട്ടാമ്പിക്ക് പോയോ, പട്ടാമ്പിക്ക് നമുക്ക് സാറിനെ കാണാം, ജോസ് സാറിനെ കാണാമെന്ന് പറഞ്ഞിട്ട് അവൾ വരികയുണ്ടായി. വന്നിട്ട് ഞാൻ അമ്പലത്തിൽ നിന്ന് വന്ന് പഠിക്കലെത്തിയപ്പോഴേക്കന്നെ അവൾ കുഴഞ്ഞ് അങ്ങനെ വന്നു സാറിൻ്റെ അടുത്തേക്ക്. അപ്പോൾ പഠിക്കൽ കാറ് നിർത്തി, മുറ്റത്തൊക്കെ നിറച്ച് തിരക്കാണെന്ന്. ഒരു ഫെബ്രുവരി ഒക്കെ മാസമാണ്. അങ്ങനെ അവളെന്നെ പിടിച്ചു കൊടുന്ന് ഡോക്ടറെ അടുത്തേക്ക്. അപ്പോൾ ഡോക്ടർ ഒരു ഇരിക്കുമ്പോൾ തന്നെ റോട്ടിലേക്ക് ഡോക്ടർക്ക് ഒരു കാഴ്ചയുണ്ട്. ചെറിയൊരു കിളിവാതിലാണ്. ആ വാതിൽ കൂടെ സാറ് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ വരണവരും പോണവരും എന്തൊക്കെയാണ് മനസ്സിലാവും. അപ്പോൾ അവളെ പിടിച്ചു കൊണ്ടുവന്ന് സ്റ്റെപ്പൊക്കെ പിടിച്ച് വാതിലിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ സാറിൻ്റെ ഡയലോഗ് ചോദിച്ചു, എന്തിനാ പങ്കെടുത്ത് കൊണ്ടുവന്നാ. ഫസ്റ്റ് ഡയലോഗിനോട് എന്താണെന്നോ ആരാണെന്നോ അസുഖം എന്തും ചോദിച്ചില്ല. സാറിനത് പെട്ടെന്ന് മനസ്സിലായി. വരുന്ന വഴിക്ക് അത് സാറത് ഒബ്സർവ് ചെയ്തു, സ്കാൻ ചെയ്തു. അപ്പോൾ കൊണ്ടുവന്ന് ഇരുത്തിയപ്പോൾ തന്നെ പറഞ്ഞു, മഞ്ഞപ്പിത്തം അങ്ങോട്ട് എത്തിയിരിക്കണം, എന്തിനാ കൊണ്ടുവന്ന് നീയെന്ന് എന്നോട് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ പറഞ്ഞു, സാറേ പാലക്കാടായിരുന്നു മോള്, അപ്പോൾ മോളേനിപ്പോൾ 2 ദിവസമായിട്ട് വയ്യ പല്ലായിട്ട് 1-2 മരുന്ന് കുറിച്ച് തന്നു. അപ്പോൾ കുട്ടി പാല് കുടിക്കണ്ട, കുറച്ച് ദിവസം പാല് സ്റ്റോപ്പ് ചെയ്തോളുണ്ട്, കുടിക്കണ്ട, ഈ മരുന്ന് നീ കൊടുത്തിട്ട് രോമത്തിലടക്കം മഞ്ഞപ്പിത്തം വന്നിരിക്കണോ, മരിക്കേണ്ട കണ്ടീഷനാണ്, എനിക്ക് പറയേണ്ടി വരും വന്നു. അങ്ങനത്തെ ഒരു സാറാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പരിശോധിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് കൊണ്ടുപോയി ഒരു 4 ദിവസം മരുന്നൊക്കെ കഴിച്ച് പിന്നെ സാറ് പറഞ്ഞു ഇനി കണ്ടിന്യൂ ആയിട്ട് ചിലപ്പോൾ അടുത്ത കൊല്ലം അതിൻ്റെ അടുത്ത കൊല്ലമൊക്കെ വരും. വേണമെങ്കിൽ കിഴാർനെല്ലി ഞാൻ പറയില്ല, ആയുർവേദം ഞാൻ പറയില്ല, എങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ നാട്ടു ചികിത്സ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഇതോടുകൂടി നിന്നോട്ടെ മാറിയിട്ടുണ്ട്. ഡോക്ടർ വളരെ ചെറുപ്പത്തിൽ നല്ല ചികിത്സ ചെയ്തിരുന്നു. ശ്വാസം മുട്ടലിനൊക്കെ നല്ല ആളായിരുന്നു. അവിടെ തന്നെ ഇതുവരെയും പോയിരുന്നത്. ഇപ്പോഴും അതിൻ്റെ മരുന്ന് തന്നെ, വലിക്കണൊരു മരുന്നുണ്ട്. അതിപ്പോഴും ഞാൻ ലിസ്റ്റ് പോയ കാരണം ഇപ്പോൾ അത് വാങ്ങണില്ല. ഗുളിക വലിക്കണ മരുന്ന് അത് തന്നെയാണ് ഇപ്പോഴും. ഈ മക്കളൊക്കെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മൂത്ത മകനക്ക് 50 വയസ്സായി. അവനെ തൊട്ടിട്ട് ജ്യൂസിൻ്റെ സീലിൽ തന്നെ മഞ്ഞപ്പിത്തം, വളര്, ഇതൊക്കെ ഉണ്ടായിട്ടും ഡോക്ടറെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, വേറെ ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല. ഇവളെ കൊണ്ടുപോയത് ഇത് ചെറുതിൻ്റെ പേരക്കുട്ടി. അതിനെ ഞങ്ങൾ കൊണ്ടുപോയി നോക്കും, പറഞ്ഞു ജ്യൂസ് ടൂർ പോയിക്കുമെന്ന് പറഞ്ഞു. ടൂർ പോയി പറഞ്ഞിട്ട് പിന്നെ മരിച്ചത് പറഞ്ഞത്. അങ്ങനെ എല്ലാതും അവിടെ തന്നെ ഇവള് വരെ അവിടുത്തെ ചികിത്സയാണ്. അതെ, കുട്ടികൾ വരെ, പേരക്കുട്ടികൾ വരെ. അതാറ്റ മകള് അവളൊക്കെ ഒക്കെ അവിടെ തന്നെ ചികിത്സിച്ചിരുന്നു. പഴയകാല ഓർമ്മകളിൽ എന്ന് പറഞ്ഞാൽ ജോസ് ഡോക്ടർ വന്ന അന്ന് മുതലേക്ക് പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ. പരിചയം എന്ന് പറഞ്ഞാൽ കാണൽ തുടങ്ങിയിരിക്കണം, അത്ര വലിയ പരിചയമൊന്നുമില്ല. ഈ ഡോക്ടറാണ്, ഞങ്ങൾ ഈ പണിക്ക് കയറുന്ന വണ്ടി പോയിരുന്ന ആൾക്കാരാണ്. അതിലിടക്ക് ഇങ്ങനെ കാണും, എന്തെങ്കിലും രോഗം വന്ന ഓപ്പറേറ്റ് ചെല്ലും. അപ്പോൾ അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് മരുന്ന് എന്തെങ്കിലും എഴുതി തരും, അത് കഴിക്കും. അങ്ങനെ അതിപ്പോൾ ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ 3-4 വട്ടം പനി, ഛർദി, അത് ഇതൊക്കെ പാടെ കുട്ടികളായിട്ട് ഞങ്ങളൊക്കെ പോക്കിട്ട്. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ കയ്യിലുള്ള വെച്ചാൽ അത് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ നിന്ന് പോരുകയെന്നല്ലാതെ മറ്റുള്ള വർത്തമാനങ്ങളൊന്നുമില്ല. ചെല്ലുമ്പോൾക്ക് ആളെ പുറത്തുനിന്ന് കാണുമ്പോൾക്ക് തന്നെ പെന്നും കടലാസും എടുത്ത് ശരിയാക്കി വെക്കും. പിന്നെ സംസാരം തുടങ്ങിയാൽ ഈത്തൊന്നും തുടങ്ങി, പിന്നെ മുഴുവൻ കേൾക്കൊന്നുമില്ല. അപ്പോഴേക്ക് രോഗം മനസ്സിലാക്കിയാൽ ഒരു 3 ദിവസം ഗുളിക മൂപ്പര് എഴുതുള്ളൂ. 3 ദിവസം കഴിഞ്ഞ് ഭേദമില്ലെങ്കിൽ ചെല്ലാൻ പറയും. അത്ര തന്നെ കുറച്ചിലുള്ളൂ, വേറൊന്നുമില്ല ഇതിൽ. പിന്നെ അതിന് പരിചയപ്പെട്ടിട്ട് പിന്നെ സാധാരണ ഇപ്പോൾ റോട്ടിൽ കാണുമ്പോൾ മൂപ്പര് വൈകുന്നേരം ഒരു
6 മണിക്കൊക്കെ നടക്കാൻ ഇറങ്ങുമ്പോൾ വരുമ്പോൾ ഞങ്ങളുടെ വർക്ക്ഷോപ്പിലേക്കാണ്. അവിടെ ചെന്ന് അവിടെ ഉള്ളവരായിട്ടൊക്കെ കുറച്ച് കുശല സംസാരമൊക്കെ സംസാരിച്ചിട്ട് മൂപ്പര് അതിനായിട്ട് പോകും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ പ്രദേശത്ത് തനി ഗ്രാമപ്രദേശമായിരുന്നു. ആളുകളൊക്കെ വളരെ പാവപ്പെട്ടവരും. ഒരു ഡോക്ടർ എന്താണെന്ന് ഈ പ്രദേശത്തുകാർക്ക് പഠിപ്പിച്ചത് നമ്മുടെ ജോസ് ഡോക്ടറാണ്. പിന്നെ അയാളെ ഇവിടെ തന്നെ താമസിച്ച് ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ, രോഗികൾക്ക് വല്ല അസുഖമൊക്കെ വന്നാൽ വീട്ടിൽ പോയുള്ള ചികിത്സ, അത്യാവശ്യം ആ റൂമിൽ തന്നെ നടത്തിയിട്ടുള്ള ചികിത്സ, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് രോഗികളെ സമാധാനിപ്പിച്ച് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും എല്ലാവിധ ആശംസകളും പിടിച്ചു പറ്റിയ ഒരു ഡോക്ടറായിരുന്നു. ഒരു ജനകീയ ഡോക്ടറായിരുന്നു. ജനകീയ ഡോക്ടർ 100% ജനകീയ ഡോക്ടർ. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബോർഡ് കാലത്തെ തന്നെയായിരുന്നു. നല്ലൊരു ഇതായിരുന്നു, നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു. പാവങ്ങൾക്കൊക്കെ നല്ലൊരു ഇതായിരുന്നു ഡോക്ടർ. ദീർഘകാലം ഇപ്പോൾ എൻ്റെ കുടുംബത്തിലെ ആളുകളുണ്ട്, ഇപ്പോൾ കുടുംബാംഗങ്ങളുണ്ട്. എൻ്റെ വൈഫൊക്കെ ഡോക്ടറെ അടുത്ത് പോയാൽ അവർ പറയാൻ എന്താണെന്ന് വെച്ചാൽ പകുതി അസുഖം ഡോക്ടറെ കണ്ടാൽ മാറുവരുടെ, പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടതില്ല. ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ചെല്ലുന്ന രോഗി ആ ഡോറങ്ങ് കടന്നാൽ പകുതി ആശ്വാസത്തിലാവും, പകുതി ആത്മവിശ്വാസത്തിലാവും, ബാക്കിയാണ് ചികിത്സ. അത് ഒരു പ്രത്യേക, എൻ്റെ മോളെ കളിയാക്കി പറയാ, ഡോക്ടറെ കണ്ടാൽ അവൾ അസുഖം മാറുന്നതാണ്. എല്ലാവരോടും ഒരു അനുകമ്പയോടുകൂടി, ദയയോടുകൂടി, സ്നേഹത്തോടുകൂടി എല്ലാം പെരുമാറുന്ന വല്ലാത്തൊരു ആശ്രയമായിരുന്നു ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് എന്ന് പറയുന്നത് പകരം വെക്കാൻ ഒരാൾ പട്ടാമ്പിയിലില്ല. ജോസ് ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഡോക്ടറെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു രോഗം വരികയാണെങ്കിൽ പെട്ടെന്ന് പോകാൻ പറ്റുന്നതും പെട്ടെന്ന് കണ്ടുപോരാൻ പറ്റുന്നൊരു ഡോക്ടറായിരുന്നു ജോസ് ഡോക്ടർ. ആളെക്കുറിച്ച് കുറച്ചുള്ള അനുഭവങ്ങൾ, ഞങ്ങൾക്ക് നേരിട്ടുള്ള അനുഭവങ്ങൾ കുറവായിരുന്നു. അതിന് ശേഷം ആളെ പുസ്തകം വൈഫ് റെറ്റി മാം എഴുതിയ പുസ്തകം വായിച്ചപ്പോഴാണ് ആളെക്കുറിച്ച് കൂടുതൽ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അനുഭവങ്ങളും ഇതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി. ആ പുസ്തകം വായിച്ചു തീർത്തത് സങ്കടത്തോടെയാണ് ആ പുസ്തകം വായിച്ചു തീർത്തത്. ഇപ്പോഴും അതിന് റൂട്ടിന് പോകുമ്പോൾ ഡോക്ടർ വീടും ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിന് ഭയങ്കര സങ്കടം വരും. നമസ്കാരം. ജോസ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ പട്ടാമ്പിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഡോക്ടറായിരുന്നു. നമ്മളുടെ ഒരു കുടുംബ ഡോക്ടറെ പോലെയാണ് ഡോക്ടർ. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു അസുഖം പകുതി മാറിയ പോലെ ഉണ്ടാവും. എന്താടോ എന്ത് പറ്റി എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം കേട്ടാൽ തന്നെ പകുതി അസുഖം മാറും. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. അതുപോലെ എൻ്റെ ഹസ്ബൻഡും പറയും, ജോസ് ഡോക്ടർ ഒരു ഡോക്ടറാണ്, അത് പഠിച്ച ഡോക്ടറാണ്, അല്ലാതെ അവിടെയും ഇവിടെയും പോയിട്ട് ഈ ആശുപത്രിയിലും പോയിട്ട് കുട്ടികളെ കാണുമ്പോഴല്ല, അതൊരു ഡോക്ടറാണ്. അങ്ങനെയുള്ള ഇതൊക്കെ പറയും. അങ്ങനെ 2 ഗുളിക എഴുതിയാൽ മതി. എന്താ പറ്റി, ഈ 2 അസുഖത്തിനാണ് ഗുളിക എഴുതുള്ളൂ. വല്ലാതെ രോഗം പറഞ്ഞാൽ രോഗത്തിന് ഗുളിക എഴുതില്ല. ആ 2 ഗുളിക കൊണ്ട് സമാധാനമായി കാണും. 2 ദിവസം കഴിക്കടോ, ഉള്ളു വരടോ. അത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ രോഗം മാറി. അത്ര നല്ലൊരു ഡോക്ടറാണ്. ആ ഡോക്ടറെ വിയോഗത്തിനെ പറ്റിയിട്ട് നല്ലൊരു വിഷമമാണ്. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, യോഗം അങ്ങനെ ആയിപ്പോയി. അങ്ങനെ പട്ടാമ്പിക്കാർക്കും പുറകും മൊത്തം എല്ലാ ജനങ്ങൾക്കും വേണ്ടിപ്പെട്ട ഒരു ഡോക്ടറാണെന്ന് പറയാം. രോഗങ്ങളെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയൊരു ഡോക്ടറാണ്. എന്താ രോഗിച്ച ഡോക്ടർ രോഗം വിട്ടു പറയും. ഇന്നോടത്തേക്ക് കൊണ്ടുപോയിക്കോടോ, അല്ലെങ്കിൽ പിന്നെ ഇത് പടം കൊണ്ട് മാറ്റി തരാടോ, അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ വെച്ചാൽ തനിക്കിപ്പോൾ പോകണോ, ഇഞ്ചക്ഷൻ വെച്ച് മാറ്റിയാൽ അവിടുന്ന് നീച്ചിട്ട് പോകണം. അങ്ങനത്തെ ഒരു ഡോക്ടറാണ് അയാൾ. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. അത് പെട്ടെന്ന് കേട്ട് നോക്കുമ്പോൾ സഹിക്കാനും പറ്റിയില്ല. എനിക്കൊരു സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു ചെറിയ കാലുവേദന ഉണ്ടായി. സാധാരണ നമ്മൾ ആ പ്രായത്തിലൊക്കെ കാലുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വീണതാണെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ തട്ടിത്തറിഞ്ഞ് വീണ് അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോൾ മാറുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ രാത്രി കഴിഞ്ഞപ്പോൾ ഭയങ്കര വേദന കൂടി. രാത്രി പിന്നെ കടന്നു കഴിയുമ്പോൾ പിന്നെ സഹിക്കാൻ വയ്യ. രാവിലെ എണിച്ച് കഴിഞ്ഞപ്പം കാല് ചെറുതായിട്ട് നീര് വന്ന് കാല് നിലത്തേക്ക് വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രാവിലെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കരതായി വീട്ടുകാർ പറഞ്ഞു ഒരു വാദത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, വാദത്തിൻ്റെ ഇത് കാണിക്കും. അപ്പോൾ ഉമ്മ എന്താണെങ്കിലും എന്ത് അസുഖം ഉണ്ടെങ്കിലും ആദ്യം നമുക്ക് ജോസിനെ കാണിച്ചിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് എന്താ വെച്ചാൽ പിന്നെ നോക്കാമെന്നുള്ളതേ പറയുള്ളൂ. അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പോയി. ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയിട്ട് തന്നെ പറഞ്ഞു, നമ്മളെ എന്താണ് സ്കോപ്പ് വെച്ച് അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, കണ്ടിട്ട് തന്നെ കാല് പറഞ്ഞു ഒരു 2 മണിക്കൂറിനുള്ളിൽ വേഗം തൃശ്ശൂരോ അല്ലെങ്കിൽ വേറെ ഇത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം.
പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു എനിക്ക് വാൾവിനാണ് പ്രശ്നം പറഞ്ഞു. കാലിൽ ജസ്റ്റ് നീര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് തന്നെ നേരെ വണ്ടി വിളിച്ച് ഡയറക്റ്റ് തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് കാണിച്ചു, ഡോക്ടർ ജെറി ഈരാൾ എന്ന ഡോക്ടറെ കാണിച്ചു. 21 ദിവസം അവിടെ അഡ്മിറ്റായി, 15 വയസ്സിൽ. അപ്പോൾ ആ കറക്റ്റ് ആ ഡോക്ടർ പറഞ്ഞ അതേ സംഭവമായിരുന്നു. അന്ന് തൊട്ട് ഭയങ്കര റെസ്പെക്റ്റാണ് എനിക്ക് ആ ഡോക്ടറോട്. റെസ്പെക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ എന്നുള്ള നിലക്കല്ല, ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടാവുമല്ലോ, അതിലുപരി അതിനേക്കാൾ വലിയൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. ഞാൻ ജോസ് ഡോക്ടറെ ബുക്ക് വായിച്ചേക്ക് നല്ല സന്തോഷം തോന്നി മനസ്സിലേക്ക്. നമ്മുടെ നാട്ടിലുള്ളൊരു ഡോക്ടറാണ്, പക്ഷെ നമുക്ക് ആർക്കും അതിൻ്റെ വില അറിഞ്ഞിരുന്നില്ല. മരിച്ചേക്കാണ് അതിൻ്റെ വില അറിയുന്നത്. എന്തെങ്കിലും ഒരു ജലദോഷമോ ഒരു പനിയോ എന്ത് അസുഖം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ഓടിയെത്ത ജോസ് ഡോക്ടറെ അടുത്തേക്കാണ്. അവർ കാണുമ്പോൾ തന്നെ നമ്മുടെ രോഗത്തിൻ്റെ മരുന്ന് അവർ എഴുതും. പിന്നെന്താ, പിന്നെ ജോസ് ഡോക്ടറെ വൈഫിൻ്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ആ ബുക്ക് വായിച്ചേക്ക് ആകർഷണമായത്. അവർ ഏതൊരു പുരുഷൻ്റെയും ബാക്കിൽ ഒരു സ്ത്രീ ഉണ്ട് പറയുന്നത് വാസ്തവമാണെന്ന് അവരുടെ ആ ബുക്ക് വായിച്ചേക്കാണ് അറിയുന്നത്. ഞാൻ ഒരു ദിവസം പിന്നെ കാലുമ്മ കുപ്പിച്ചേറ്റി കുത്തിയിട്ട് പിന്നെ ഈ ഒരു കൊല്ലത്തോളം നടന്നു. ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി, അവിടെ പോയി നോക്കിയപ്പോൾ ചില്ലില്ല, കാലുമൊന്നും കുപ്പിച്ചില്ല. അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ പൗപ്പ് വരും, എന്നിട്ട് പിന്നെ മാറും, ഓയിൽമെൻറ്റും ഇതൊക്കെ തേച്ചാൽ മാറും, പിന്നെയും വരും. അങ്ങനെ ഒരു കൊല്ലം നടന്നു. അത് വെച്ചിട്ട് കുറേ നടന്നിട്ട് പിന്നെ ജോസ് ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ പോയപ്പോൾ പറഞ്ഞു ഇതിൽ ചില്ലിരിപ്പുണ്ട്, അനക്ക് വേണമെങ്കിൽ ഇഞ്ഞും ഇങ്ങനെ കുറേ നടക്കാം, ഞാൻ ഗുളിക എഴുതിത്തരാൻ പറഞ്ഞോളൂ. അത് വേണ്ട പറഞ്ഞു. അതെന്താ കാട്ട അയച്ചു, എന്നാ സേവനേക്കോ പിന്നെ നീളേക്കെ എവിടേക്കും പോയിക്കോ പറഞ്ഞു. അപ്പോൾ നീളേക്ക് പോയി നോക്കുമ്പോൾ അതിന്ന് കാണാനില്ല, ചില്ലി കുത്തി തോഞ്ഞ് എടുത്തിട്ടും കാണാനില്ല, കരിപ്പൊക്കെ വിടൽ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ജോസ് ഡോക്ടർ പറഞ്ഞിരിക്കണു ഇതിൽ ചില്ലിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അതേ ചോദിച്ചു. എന്നിട്ട് ഒരു പിഞ്ഞി തോന്നിട്ട് നല്ല നീളത്തിൽ ചില്ലെടുത്തു. സ്നേഹത്തിൻ്റെ കുറിപ്പടികൾ എന്ന ഈ ഒരു പുസ്തകം ഉണ്ടല്ലോ, ഇത് ശരിക്കും ആത്മാവിലേക്ക് സ്പർശിച്ചൊരു പുസ്തകം തന്നെയാണ്. കാരണം എന്താണെന്ന് പറയുക, ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം ഒരു 2 ദിവസം ഈ പുസ്തകത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയായിരുന്നു. കാരണം ഈ ഒരു 2 ദിവസം അല്ലാതെ ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഹാങ് ഓവർ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഒരു ഡോക്ടറിൻ്റെ ജീവിത നേർസാക്ഷ്യങ്ങളെ പുസ്തകങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞതിൽ തീർച്ചയായിട്ടും ശരിക്കും വി ക്യാൻ ടെൽ എ ലെഗസി. ആൻഡ് ഓൾസോ ഐ റിയലി അസ്റ്റോണിഷ് ദ സ്ട്രോങ്ങസ്റ്റ് പില്ലർ ഓഫ് ദ ബിഹൈൻഡ് ദ ജോസ് ഡോക്ടർ. ബൈ റീഡിങ് ദിസ് ബുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള സ്ട്രോങ്ങസ്റ്റ് പില്ലറായ അദ്ദേഹത്തിൻ്റെ ഭാര്യ റെറ്റി മാമിനെ കുറിച്ചിട്ട്. തീർച്ചയായിട്ടും നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അത് റെറ്റി മാമും പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ പുസ്തകം കംപ്ലീറ്റ് ആക്കിയത്. പക്ഷേ ദേ ഡൺ എ ഗ്രേറ്റ് ജോബ് ടു കംപ്ലീറ്റ് ദിസ് ബുക്ക്, ബിക്കോസ് ദിസ് ബുക്ക് റിയലി ഇൻസ്പയറിംഗ് and informative to the lot of people, especially to the medical students and also the people who are aspiring for their dreams. എല്ലാവർക്കും ഈ ഒരു പുസ്തകം തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാവും. എല്ലാവരും ഈ ഒരു പുസ്തകം വായിക്കണമെന്ന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയുന്നു.